എല്ലാം വളരെയധികം പെട്ടെന്നായിരുന്നു. അതിജീവിത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകുകയായിരുന്നു. ഉടൻ നടപടിയും എടുത്തു. രാഹുൽ MLA-ക്കെതിരെ കേസെടുക്കാൻ ഉത്തരവുമായി. ക്രൈംബ്രാഞ്ച് അധികാരികളെ വിളിച്ചു വരുത്തി വാളെടുക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. തുരുതുരാ പ്രതികരണങ്ങളും വന്നു. രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനത്ത് ഇരുന്നുകൂടാ എന്ന് ഗോവിന്ദൻ മാഷും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മാഷെ, സമാനമായ അപരാധം പേറുന്ന മുകേഷ് രാജിവെക്കണ്ടേ എന്ന ചോദ്യം പ്രസക്തമാണ്. മുകേഷ് രാജിവെക്കേണ്ടതില്ല. മാഷ് സംശയലേശമേനെ വ്യക്തമാക്കുകയാണ്. രാഹുൽ ഒളിവിൽ പോയി. മൂപ്പെത്താതെ പഴുത്തത് കൊണ്ടാകാം പിടിച്ചതെല്ലാം പുലിവാലും. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് കള്ളവോട്ട് ചേർത്തിട്ട് എന്നുള്ള ഗുരുതര ആരോപണം നിലനിൽക്കുമ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണ് പാലക്കാട് MLA സ്ഥാനം വിട്ട് ഷാഫി പറമ്പിൽ വടകരയ്ക്ക് വണ്ടി കയറിയത്. പിടിച്ചതും കടിച്ചതും കരിമ്പനെന്ന് ഒത്തുവന്നതുപോലെ രാഹുലിന് പാലക്കാട് സീറ്റ്. BJP അന്നേ പറഞ്ഞു ഇതാപത്താണ് എന്നുള്ളത്. ഇപ്പോഴെന്തായി? അതുതന്നെ സംഭവിച്ചിരിക്കുകയാണ്. കെട്ടുനാറിയ കഥകളാണ് ഓരോ ദിവസം പിന്നിടുമ്പോഴും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. മോന്തായം തന്നെ വളഞ്ഞതാണ്. പിന്നെ കഴുക്കോലും അങ്ങനെയല്ലേ വരൂ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ വിദേശത്തേക്ക് മുങ്ങി. ഇനിയും പൊങ്ങിയിട്ടില്ല. ഒളിജീവിതം കൊച്ചി രാഹുലിനെ പോലെ തന്നെയാണ് എന്നുള്ള ആരോപണവുമുണ്ട്. രാഹുലിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഇലക്ഷൻ കമ്മീഷനെയും കള്ളന്മാരെന്ന് വിളിച്ച് ഉറഞ്ഞു തുള്ളിയതെല്ലാം തള്ളിപ്പോയി. ഇന്ദിരയുടെയും സോണിയുടെയും വിശ്വസ്തൻ എന്ന പേരുകെട്ട അഹമ്മദ് പട്ടേൽ ഉണ്ടല്ലോ, അയാളുടെ മകൻ ഇപ്പോൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുലിനും പ്രിയങ്കയ്ക്കും പരമോന്നത നേതാക്കളാണ് എന്ന് ഊറ്റം കൊള്ളാൻ അവകാശമില്ല എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിമർശനം. വോട്ട് ചോരി എന്ന വിമർശനം ചൊരിഞ്ഞവരാണ് ഇവരെല്ലാവരും. ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? വ്യാജ വോട്ടർമാരെ നീക്കാൻ പരിശ്രമം നടത്തുമ്പോൾ അതിനെ എതിർക്കാനും ഇവർ തന്നെ മുന്നിൽ നിൽക്കുകയാണ്. ഇരുവർക്കും രാഷ്ട്രീയം അറിയില്ല എന്നുള്ളതാണ് ഫൈസൽ പട്ടേൽ എടുത്തു പറയുന്ന കാര്യം. ഇന്ദിരാ കുടുംബം കോൺഗ്രസിന് ബാധ്യതയാണ് എന്നും ഫൈസൽ പട്ടേൽ തുറന്നടിക്കുന്നുണ്ട്. സഹോദരി മുംതാസ് പട്ടേലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ സ്വർണ്ണക്കൊള്ളയിലെ വില്ലൻ തന്നെ. ഇയാൾക്ക് CPM ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മന്ത്രിമാരുമായി മാത്രമാണല്ലോ ബന്ധം. അല്ലേ അല്ല, പോറ്റിക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയിരിക്കുന്നത്. സോണിയയും പ്രിയങ്കയുമായി പോറ്റിക്കുള്ള ബന്ധത്തിൻ്റെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. CPM-നെതിരെ ശക്തമായി പ്രതികരിക്കാൻ പ്രതിപക്ഷത്തിന് ശക്തിയില്ലാത്തത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ് എന്ന് പറയേണ്ടി വരികയാണ്. എന്നിട്ടും ഇരു കൂട്ടരും BJP-ക്കെതിരെ കുറ്റം പറയാൻ ഒരുമ്പെടുന്നുമുണ്ട്. BJP-ക്ക് 10,000 സീറ്റിൽ സ്ഥാനാർത്ഥിയില്ല എന്ന് കുശുമ്പ് വിളമ്പുന്ന ഇരു പാർട്ടികൾക്കും സത്യം മറച്ചു വയ്ക്കുന്നുണ്ട്. എന്താണ് സത്യം? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരേ ഒരു പാർട്ടിയേ ഉള്ളൂ, അത് BJP മാത്രമാണ്. താമരയിൽ 19,871 സീറ്റിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നു. കേരളത്തിൽ ഇത്രയും ആദ്യ മത്സരമാണ്. കോൺഗ്രസിനേക്കാൾ 2,000 സീറ്റും CPM-നേക്കാൾ 5,000 സീറ്റും കൂടുതൽ. കോൺഗ്രസ് 17,497 സീറ്റുകളിലും CPM 14,802 സീറ്റുകളിലുമാണ് സ്ഥാനാർത്ഥികളെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. 11,059 സ്വതന്ത്രന്മാരുമുണ്ട്. ഇതിൽ BJP-ക്കാർ വോട്ട് നൽകുന്നവരുമുണ്ട്. പട്ടികകളിൽ ഏറ്റവും കുറവ് സീറ്റുകളിൽ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് B ആണ്, 64 സീറ്റിൽ. BJP കൂടുതൽ സീറ്റിൽ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ്. കൂടുതൽ സ്ഥാപനങ്ങളിൽ ഭരണം പിടിക്കും എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. ഏതായാലും സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പരാതിക്കാരിയെ വിളിച്ചു വരുത്തി പരാതി സ്വീകരിച്ച് രാഹുലിൻ്റെ സ്ത്രീ പീഡനം ചർച്ചയാക്കിയത് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ്. ഇതിനിടയിൽ മുകേഷിന് കുറ്റപത്രം വന്നിട്ടും MLA ആയി തുടരാം എന്നുള്ള വാക്കും വെറുതെയല്ല. പീഡനമെന്ന പരാതിയല്ലേ ഉള്ളൂ, അലസിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണമൊന്നും ഇല്ലല്ലോ എന്നുള്ളതാണ് ന്യായം.